ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച് അടക്കപ്പെട്ടിട്ട് നിർത്തുകയല്ല, പിന്നെയോ തിരുവെഴുത്തുകളിൻ. പണ്ട് ഒരു പള്ളിക്കൂടത്തിൽ പോകാത്തൊരു വല്യമ്മ തള്ള പറഞ്ഞു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട്. ബാക്കി ഞാൻ പറയണോ? അമ്മ പറഞ്ഞ ഭാഷയാണ് അത്. ഞാൻ ഇച്ചിരി ലഘൂകരിച്ച് പറയാം. ആണുങ്ങളെ പോലെ ഉയർത്തെഴുന്നേറ്റെന്ന് ഇങ്ങനെ അല്ല അമ്മ പറഞ്ഞത്. ഞാൻ പിന്നെ ഇച്ചിരി അങ്ങ് തവിഞ്ഞ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാൻ അമ്മയോട് കൂടെ യോജിക്കുന്ന ആളാണ്. ഇതുവരെ വേറെ ഒറ്റ ഒരുത്തൻ അങ്ങനെ ഉയർത്തില്ലല്ലോ. സ്തോത്രം. അമ്മയ്ക്ക് തിയോളജി ഒന്നും അറിയത്തില്ലെങ്കിലും അമ്മയ്ക്ക് അതിൻ്റെ കണക്കിന് കൊള്ളിക്കാൻ അറിയാം. നമ്മൾ ഈ കൂടുതൽ തിയോളജി പഠിച്ചാൽ ഒന്നും പറയത്തില്ല. ഒക്കുവോ എന്ന് ഓർത്തിരിക്കുക. അമ്മയ്ക്ക് പഠിക്കാത്തത് കൊണ്ട് അങ്ങ് പറയുക, ഒക്കുന്നെങ്കിൽ ഒക്കട്ടെ, അത് ഒത്തെന്നുള്ളതാണ്. നമ്മളിതെല്ലാം പഠിച്ചേച്ച് അത് ഒക്കുമോ ഇതൊക്കുമോ, ഞാനത് പറഞ്ഞാൽ കുഴിക്കാല പാസ്റ്റർക്ക് ഇഷ്ടപ്പെടുമോ, ജോൺസൺ ദാനിയേൽ അവർക്ക് ബോധിക്കുമോ, ഇദ്ദേഹത്തിന് ബോധിക്കുമോ, അതിനെ നമ്മളൊന്നും പറയത്തുമില്ല. പണ്ട് മർമാണി കല്യാണം കഴിച്ച പോലെ, മർമാലി കല്യാണം കഴിച്ച അയാൾ നോക്കുന്നതെല്ലാം മർമ്മമാണ്, മുഴുവൻ മർമ്മമാണ്. ഇപ്പം പിള്ളക്ക് അടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ മർമ്മ, അതിനതിന് അവർ കപ്പ വിളക്കുന്ന തുടുപ്പി നീയാക്കിട്ട് ഇടിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇടി കൊണ്ട് ഊപ്പാട് വരിക. ഇതാ ഇപ്പോഴത്തെ സുവിശേഷ വേലക്കാരി സിംഹഭാഗം മർമ്മം നോക്കി നിൽക്കുക. എടാ, കാര്യം തീർത്ത് പറയണം. ഒക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം, തീർത്ത് കാര്യം പറയണം. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തു. ഇതുപോലെ വേറെ ഒരുത്തനും വന്നിട്ടില്ല, ഇനി വരികയില്ല. ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഉയർത്തെഴുന്നേറ്റവൻ, നസറേയനാകുന്ന യേശുക്രിസ്തു. അല്ലാതെ തുറന്നവൻ വൈരിയെ തകർത്തു, അല്ലാതെ തുറന്നവൻ വൈരിയെ തകർത്തു. വല്ലഭനായവനേ, വല്ലഭനായവനേ, ശ്രീ യേശുവേ വന്ദനം ചെയ്തിടുവീൻ, നിരന്തരം വന്ദനം ചെയ്തിടുവീൻ, ശ്രീ യേശുവേ വന്ദനം ചെയ്തിടുവീൻ. രാജിതമകസെടും മാമനുസുതനേ, രാജിതമകസെടും മാമനുസുതനേ, രാജസമ്മാനിതനേ, രാജസമ്മാനിതനേ, ശ്രീ യേശുവേ വന്ദനം ചെയ്തിടുവീൻ, നിരന്തരം വന്ദനം ചെയ്തിടുവീൻ, ശ്രീ യേശുവേ വന്ദനം ചെയ്തിടുവീൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. ചെറിയൊരു നിർവചനമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15:3 ദൈവദാസൻ ഒന്നുകൂടെ വായിച്ചോ. ദൈവത്തിന് നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു വായിക്കാൻ പറഞ്ഞപ്പോൾ കുടിക്കാല മനോജ് പാസ്റ്റർ പറഞ്ഞു വായിക്കാൻ ആരും ഉണ്ടോ? അപ്പൊ ആരോ പുറകെ ഇരിക്കുന്ന ആരാനോട് ചോദിച്ചു വായിപ്പം പറഞ്ഞു തെറ്റി. എന്തുവാ ചോദിച്ചേ? തെറ്റിയാലെന്ന്. ഞാൻ പറഞ്ഞു എന്തിനാ ഈ തെറ്റിച്ച് വായിക്കുന്നത്? ശരിക്കും വായിച്ചാൽ പോരെ? വേറെ ദിവസം വായിക്കുന്നത് തെറ്റിക്കാനാണോ? നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവും ഉണ്ടാകും. വെളിപ്പാട് 1:3 അത് വായിക്കേണ്ട ഭാഗ്യം വന്നോളും. ഇത് വായിര് 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മതി. അപ്പൊ എന്താണ് സുവിശേഷം? ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന് ഒരർത്ഥം നല്ല വാർത്ത എന്നാ, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. ഇംഗ്ലീഷ് ഇരിക്കട്ടെ അല്ലേ? പിന്നെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ മകത്ത് നല്ല വാർത്ത. അയ്യനാ ഇതാ നല്ല വാർത്ത. മറ്റു വാർത്തകളൊന്നും നല്ലതല്ലല്ലോ. ഇന്നലെ ഒരാൾ പറഞ്ഞു കൺവെൻഷൻ നടക്കുമോ എന്ന്. എവിടാണെന്ന് ചോദിക്കരുത്, കൺവെൻഷൻ നടക്കുമോ എന്ന്. അപ്പം വേറെ പറഞ്ഞു എനിക്ക് കേൾക്കേ വേണ്ട അവിടുത്തെ ചരിത്രം. നല്ല വാർത്തയല്ല. എവിടുത്തെയാണെന്നും എന്നോട് ഇപ്പോൾ ചോദിക്കരുത്. പത്രത്തിൽ വരുന്ന വാർത്തകളെല്ലാം നല്ലതാണോ? മാധ്യമങ്ങളിൽ കൂടി വരുന്ന വാർത്തകളെല്ലാം നല്ലതാണോ? അല്ല. പക്ഷേ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, സുവിശേഷമാണ്. ഏവർക്കും കേൾക്കാം, കേട്ടിരിക്കും. ഈ വാർത്ത നല്ലതാ, സുവിശേഷം. എന്താ? യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാ, സുവാർത്തയാ. അതല്ലേ ജനിച്ചപ്പോഴേ ദൂതന്മാര് വന്ന് പറഞ്ഞ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം, നല്ല വാർത്തയാ. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം അത് നല്ല
നല്ല വാർത്തയാ. സാധാരണ മരണമൊന്നും പലർക്ക് നല്ല വാർത്തയായിട്ട് നമുക്കാർക്കും അത് നല്ല വാർത്തയല്ല. പക്ഷെ യേശുവിന്റെ മരണം നല്ല വാർത്തയാണ്. അതന്നെ നല്ല വാർത്തയാകാൻ കാരണം ആ വാക്യത്തിൽ തന്നെയുണ്ട്. ക്രിസ്തു നമ്മുടെ, വായിച്ചോ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അതായത് നല്ല വാർത്തയായത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതായ യേശു ക്രിസ്തു. വേറെ ആരും നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ മരിച്ചില്ല. ഇവിടെ വന്ന ആൾക്കാരെല്ലാം അവനവന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മരിച്ചതാ. രാജ്യം വിട്ടുപിടിക്കാൻ, കസേര കാക്കാൻ, അവർക്ക് പലതും നേടിയെടുക്കുവാനൊക്കെ അവരതിനു വേണ്ടി പോരാടി മരിച്ചതാ. പക്ഷേ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. അല്ല, യേശു ക്രിസ്തു ജീവിച്ചപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഞാൻ മരിക്കാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞ് മനുഷ്യപുത്രൻ മരിക്കാൻ വന്നതാ. നമുക്കങ്ങനെ പറയാനൊന്നും ഇഷ്ടമല്ല. ഏതാ മരിക്കാൻ? ഇപ്പൊ ഭാര്യ ഭർത്താവിനോട് രാവിലെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ പറയും, അച്ചായ ഞാൻ മരിക്കാൻ പോവാ. നീ ആവശ്യമില്ലാത്ത വർത്താനം. മരിക്കുമെന്നുള്ളത് നമുക്കറിയാം, എന്നാൽ ഇത് കേൾക്കുന്നത് അത്ര തൃപ്തിയല്ല. ഭർത്താവ് പറയാ, കുഞ്ഞനാമേ ഞാൻ മരിക്കാൻ പോവാ. ആവശ്യമില്ലാത്ത വർത്താനം പറയാം. ഇത് ആവശ്യമില്ലാത്തതാണോ? മരിക്കണമെന്നുള്ളത് നിയമമാണ്. പക്ഷെ എന്നാലും നമുക്കത് കേൾക്കുന്നത് അത്ര തൃപ്തിയല്ല. ഇനി അഥവാ അബദ്ധത്തിൽ ഒന്നൊക്കെ പറയും, എല്ലാ ദിവസവും എഴുന്നേറ്റ് പറയുമോ മരിക്കാൻ പോവാന്ന്. മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്, പക്ഷെ പറയത്തില്ല. എന്നാൽ യേശു ക്രിസ്തു തൻ്റെ അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയെന്നാണ് എഴുതിയേക്കുന്നത് മരിക്കുമെന്ന്. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, മനുഷ്യപുത്രൻ പിടിക്കപ്പെടും, മനുഷ്യപുത്രനെ ഉപദ്രവിക്കും, മനുഷ്യപുത്രന് മനുഷ്യനെ മറുവിലയായിക്ക് കൊടുക്കാൻ വന്നിരിക്കുക, മരിക്കും. ഇതൊക്കെ കൂടെ പറയുക. യേശുവിൻ്റെ മരണത്തിൻ്റെ വിശേഷത: 1, മരിക്കുമെന്ന് പറഞ്ഞു. 2, എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു. 3, എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. 4, മരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന്. ഇതെല്ലാം പറഞ്ഞേച്ചാ യേശു മരിച്ചത്. നമ്മളന്ന് നിങ്ങളെപ്പോലെ ഒന്നും മിണ്ടാതിരിക്കുക. നമ്മൾ ചോദിക്കുകയല്ലേ അപ്പച്ചൻ വല്ലതും പറഞ്ഞോ മരിക്കാന്ന്? ഇല്ല, പറയാതിരിക്കുക. ഒന്നും വേണ്ടിയില്ല. ഒരിക്കിളിനെ ഉള്ളായിരുന്നപ്പൻ. എന്നാൽ യേശു അങ്ങനല്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞേച്ചാ മരിക്കുന്നത്. അവിടുത്തെ മരണം ശ്രേഷ്ഠമാണ്. ഞാനെപ്പോഴും പറയും യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ വിശേഷത നിങ്ങൾക്കറിയാം. ഇന്ന് യേശുവിൻ്റെ മരണത്തെ പ്രസംഗിക്കുന്നത് പോലെ വേറെ ആരുടെയും മരണത്തെ പ്രസംഗിക്കുന്നില്ല. ഈ സ്റ്റേജിൽ നിന്ന് ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ മരണം എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ചാണ് പറയുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് സ്റ്റേജിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ മരണം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ ഈ മരണത്തിൻ്റെ വിശേഷത. വേറെ ആരുടെ മരണമാണ് ഇങ്ങനെ എല്ലാ ദിവസവും പറയാൻ? മന്നത്ത് പത്മനാഭൻ മരിച്ചു, എല്ലാ ദിവസവും പറയുമോ? ഇല്ല. ശ്രീനാരായണ ഗുരു മരിച്ചു, എല്ലാ ദിവസവും പറയുന്നുണ്ടോ? ഇല്ല. അയ്യങ്കാളി മരിച്ചു, എല്ലാ ദിവസവും പറയുന്നുണ്ടോ? വൈകുണ്ഠസ്വാമി മരിച്ചു, പറയുന്നുണ്ടോ? പണ്ഡിറ്റ് കറുപ്പൻ മരിച്ചു, പറയുന്നുണ്ടോ എല്ലാ ദിവസവും? ഇല്ല. മഹാത്മജി മരിച്ചു, മുട്ടറ്റം ഒരു മുണ്ടുമൊക്കെ കൊടുത്ത് ഷെറാന്തലും പിടിച്ച് കയ്യിലൊരു വടിയൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാരോട് പൊരുതി, അത് പറഞ്ഞ ആയുധമെടുക്കാതെ പൊരുതി സ്വാതന്ത്ര്യം നേടിയ മഹാത്മാവാ. അദ്ദേഹം മരിച്ചു, എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ടോ? ഇല്ല. അമേരിക്കൻ പ്രസിഡന്റുമാര് എബ്രഹാം ലിങ്കൺ, കെന്നഡി ആദിയായ പ്രഗത്ഭര് എല്ലാം മരിച്ചു, എല്ലാ ദിവസവും പറയുന്നുണ്ടോ? ഇല്ല. മിടുക്കന്മാർ പലരും ഈ ലോകത്തിൽ വന്ന് രാജ്യം വെട്ടിപ്പിടിച്ചു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞാനെല്ലാവരും മരിച്ചു, എല്ലാ ദിവസവും പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരണം എല്ലാ ദിവസവും പറയുക. ഒരു സ്ഥലത്താണോ പറയുന്നത്? ഇവിടെ പറയുമ്പോൾ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും UK-യിലും ഗൾഫ് രാജ്യങ്ങളിൽ എന്ന് വേണ്ടത് യുമക്കൾ ഇവിടെ എല്ലാം ഉണ്ട്. അവിടെ എല്ലാം പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ കാര്യമാണ് യേശുവിൻ്റെ മരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുത, എന്നാദിയകറ്റാൻ തനിയെ ക്രൂശെടുത്ത ദൈവസുത, പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരും നിതാ കൃപത, പിന്നാലെ ഞാനൻ ക്രൂശുമെടുത്തു വരും നിതാ കൃപത, ക്രൂശും വഹിച്ച ഭൂമിയിൻ മീതെ പോകുവാനാരോ, ക്ലേശം സഹിച്ചോ ജഗതിയെ പോലെ ചാകുവാനാരോ, ക്ലേശം സഹിച്ചോ ജഗതിയെ പോലെ ചാകുവാനാരോ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാ, വിശേഷപ്പെട്ട വാർത്തയാ. കാരണം ഈ മരണം എല്ലാ ദിവസവും പറയുക. മാത്രമാണോ
എൻ്റെ എളിയ ചിന്തയെ പറയാ, എല്ലാ ആഴ്ചയിലും ഈ മരണം ഓർക്കും. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് സഭായത്തിന് കുളിക്കാതെ വരുന്നവരും ഉണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഹൈന്ദവരെ ബഹുമാനിക്കുക. അവർ ക്ഷേത്രത്തിൽ പോകുക, അന്നേ കുളിച്ചേച്ച് പോകുക. ക്രിസ്ത്യാനികളിൽ ഒരു 80% ഈ കുളിക്കാനായി വെളുപ്പിനെ ഓട്ടം ഓടുന്നത്. കാലും മുഖം ഒന്ന് കഴുകി ആടമൂടെ പുതച്ച് പോകും. നമ്മൾ ഓർക്കും ഭയങ്കര പക്വതയാണ്. കുളിക്കുന്നതിനൊന്നും മിക്കതിനുമില്ല. കുളിക്കുന്നവരില്ലെന്നല്ല, സിംഹഭാഗം നമ്മുടെ ഇടയിലും ഉണ്ട്. ഒരിക്കൽ നടന്നു പോയപ്പോൾ 2 തള്ളമാർ പറഞ്ഞു, ഒത്തിരി നാൾ കൂടി തലയൊന്ന് കഴുകിയെന്ന്. എന്തോ കെടുമ്പ് നാറ്റമായിരിക്കും ഇതിനൊക്കെ. അവർ പറയാം ഒത്തിരി നാൾ കൂടിയിരുന്ന്. അതേസമയം ഹൈന്ദവരായ സ്നേഹിതരെ സഹോദരിമാരെയൊക്കെ നോക്കി അവരെ കുളിച്ച് വളരെ ശുചിത്വമായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത്. അത് വിട്ടേക്കാം നമുക്ക്. ഒന്നാമത് 2 സ്തോത്രം പറഞ്ഞാൽ അതുങ്ങൾ ആ വഴി അടക്കുക. ദൈവത്തെ ആരാധിക്കുമ്പം വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ടായിരിക്കണം. അല്ല കിടന്ന പാടെ പൊത്തം എടുത്തോണ്ട് ഓടുകയല്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന് ഉണ്ട് ഉളിയൊന്നുമില്ല, മിനിങ്ങ അടിയാ മൊത്തം. അപ്പൊ എന്തായാലും രാവിലെ നമ്മൾ ആരാധനയ്ക്ക് യോഗ്യമായിട്ട് ആരാധനയ്ക്ക് ആലയത്തിലോട്ട് ചെല്ലുമ്പോൾ ഈ മരണത്തെ ഓർക്കുക. ഒരുക്കി വെച്ചിരിക്കുക തിരുമേശ. അത് കാണുമ്പം കർത്താവിൻ്റെ മരണത്തെ ഓർക്കുക. ഇതുപോലെ എല്ലാ ആഴ്ചയിലും ആരുടെ മരണമാണ് ഓർക്കുന്നത്? മഹാത്മാക്കൾ ഒത്തിരി വന്ന് മരിച്ചില്ല, ആരോർക്കും? എന്നാൽ ക്രൈസ്തവരായ ദൈവമക്കൾ ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുക, ഒരുക്കി വെച്ചിരിക്കുക മരണത്തെ. മാത്രമാണോ, എല്ലാ ദിവസവും നമ്മൾ ഈ മരണം ഓർക്കും. ഇന്ന് രാവിലെ ഞാൻ ഓർത്തു, നിങ്ങൾ ഓർത്തു. എപ്പോഴാണ് ഓർക്കാത്ത? ഇവിടെ ഇരിക്കുമ്പോൾ ഓർത്തുകൊണ്ടിരിക്കുക. അതാ ഈ മരണത്തിൻ്റെ വിശേഷത. ഒരു കാര്യത്തോടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം. ഈ മരണത്തെ പറ്റി യേശുക്രിസ്തുവിൻ്റെ മരണത്തെ പറ്റി പാട്ട് എഴുതിയിരിക്കുന്നത് പോലെ വേറെ ആരുടെ മരണത്തെ പറ്റി എഴുതിയേക്കുന്നത്? ഈ പാട്ടുകാരെല്ലാം പാടുന്നതിനകത്ത്, എല്ലാ പാട്ടിനകത്തും അവിടുത്തെ മരണത്തെ പരാമർശിക്കുക. ഈ മരണം അത്രയ്ക്ക് ശ്രേഷ്ഠതയുള്ള മരണമാണ്. എന്താ ഈ മരണത്തിന്റെ വിശേഷത? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ് മരിച്ചത്. ഇന്ന് രാത്രി സ്നേഹിതാ സുഹൃത്തേ, മാതാവേ, പിതാവേ, മാന്യമിത്രമേ, നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാ യേശു മരിച്ചത്. ഇന്ന് രാത്രി വിശ്വസിച്ച് യേശുവിനെ ഏറ്റെടുക്ക്. പാപക്ഷമ പ്രാപിച്ച് വേണം ഈ സ്ഥലം വിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് പോകാൻ. അതിന് ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അപ്പൊ സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാന്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം പെടാം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 3 കാര്യം പറയാം, അതിനെ നേരെ ഉള്ളൂ. ഇടത്ത വാക്യത്തിൻ്റെ ഇടയ്ക്കിലോട്ട് വരണം. സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഈ സുവിശേഷം രക്ഷിക്കുന്നതാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തി. വാക്യം ഒന്ന് വായിച്ചാട്ടെ കർത്തദാസനെ. റോമാലേഖനത്തിലില്ലയോ? 1:16 വായിച്ചോ, ഒന്ന് വായിച്ചേ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി സകല മനുഷ്യനെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. ആ രക്ഷ കരസ്ഥമാക്കാൻ 5 പൈസ കൊടുക്കണ്ട. മറ്റു രക്ഷയ്ക്കൊക്കെ ഓരോ നിയമങ്ങളും ഉണ്ട്. അതിനൊക്കെ ഓരോരോ കാര്യങ്ങൾ കൊടുക്കണം, ചെലവാക്കണം. ഇതിന് 5 പൈസ ചെലവാക്കണ്ട. അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, കിണി കൊടുക്കണ്ട, ഏത്തക്കൊല വേണ്ട, പൂവൻകൊല വേണ്ട, കോഴി വേണ്ട, ആറാവ് വേണ്ട, ആട് വേണ്ട, മാട് വേണ്ട, മെഴുകുതിരി വേണ്ട, എണ്ണ വേണ്ട, ഒന്നും വേണ്ട. ഒന്നും വേണ്ടെന്ന്. നീ ഇരിക്കുന്ന കിടത്തിരുന്ന് വിശ്വസിച്ച്, എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും? അവരെ യേശു രക്ഷിക്കും. അതാണ് സുവിശേഷത്തിന്റെ വിശേഷത. ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീനി നല്ല സമയം വൃഥാവകതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവകതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി
കൊടുക്ക. ഓടിച്ചു പോകാം. സുവിശേഷത്തിന്റെ വിശേഷത രക്ഷിക്കുന്ന മാർഗമാണ്. 2, എന്താ സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത? അറിവുള്ള വാക്യമായ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15 വായിച്ചു, 14 ചേർത്ത് വായിച്ചു. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാകുമല്ലോ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. മതി. സുവിശേഷത്തിന്റെ വേറൊരു വിശേഷത, ഇത് സമാധാന മാർഗമാണ്. സുവിശേഷം സമാധാനം തരുന്നതാണ്. സുവിശേഷം ഒരു രാജ്യത്തെത്തിയാൽ രാജ്യത്തിന് സമാധാനമാണ്. സുവിശേഷം ഒരു സംസ്ഥാനത്തെത്തിയാൽ സംസ്ഥാനത്തിന് സമാധാനമാണ്. സുവിശേഷം ഒരു താലൂക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ താലൂക്കിൽ സമാധാനം ഉണ്ടാകും. സുവിശേഷം ഒരു പഞ്ചായത്തിൽ വന്നാൽ പഞ്ചായത്തിന് സമാധാനമാണ്. സുവിശേഷം ഒരു വാർഡിലെത്തിയാൽ ആ വാർഡിന് സമാധാനമാണ്. സുവിശേഷം ഒരു കുടുംബത്തിലെത്തിയാൽ ആ കുടുംബത്തിൽ സമാധാനം. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ വ്യക്തിക്ക് സമാധാനം. അയന ഇത് സമാധാനത്തിന്റെ മാർഗം. ചെറിയ ഉദാഹരണമല്ല, അനുഭവമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചില ഉപദേശിമാര് ചില ഇടങ്ങളിലെ യോഗം നടത്തുമ്പം മൈക്കുമൊക്കെ വെച്ച്, ചെറിയ ഹാൻഡ് മൈക്കുമൊക്കെ വെച്ച് യേശു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ലഘുലയെ കൊടുക്കുമ്പോൾ ചില പൂഞ്ഞാന്മാർ വന്ന് പൊടിമീശ, അവന് നല്ല മീശ പോലും ആയില്ല, അവൻ്റെ പൊടി വിരിച്ചേച്ചും വേണ്ട ഉടനെ തന്നെ പാവം പിടിച്ച ഉപദേശിമാരാ മൈക്കും എല്ലാം എടുത്തോണ്ട് ഉടനെ പോവുക. അയന ഇത് സമാധാനത്തിൻ്റെ മാർഗം. നീ വലിയ പൂവന, ഒരു പാർട്ടിക്കാർ നടന്നെടുത്ത് നീ ഒന്ന് എന്നേ അവരുടെ ഏത് പാർട്ടിയുടെ ആണെങ്കിലും കൊടിയേലൊന്ന് തൊട്ടേ നിന്നെ വെച്ചേക്കുകയല്ല. നീ പോകുകയില്ലെന്നുള്ളത് പരമാർത്ഥം, പോയവനെല്ലാം അനുഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ ഞങ്ങളുടെ സഭാകളിൽ കയറി അടിച്ചിട്ടുണ്ട്, ബൈബിള് പറിച്ച് കീറിയിട്ടുണ്ട്, യോഗസ്ഥലത്ത് വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, മൈക്ക് തല്ലി പൊട്ടിച്ചിട്ടുണ്ട്, പോയ വണ്ടിയുടെ ജില്ലടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, ഉപദേശിമാരെ തത്തിച്ചിട്ടുണ്ട്, ആരും എതിർത്തിട്ടില്ല. അയന്ന ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് ഒരടിക്ക് ആക്കമുള്ളവരൊക്കെ ആയിരിക്കുന്നത്. പിന്നെ ഓൺ സംഭാഷണമൊക്കെ ഒന്ന് തീർത്ത് കൊടുത്താൽ ഇരിപ്പറ പുള്ളി ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ പറഞ്ഞ്, അല്ല തീർത്തൊന്ന് കൊടുത്താൽ വരുന്നവൻ ഇരിപ്പതാ. പക്ഷേ അദ്ദേഹം അയന ഇത് സമാധാനത്തിൻ്റെ സുവിശേഷമാകയിൽ നിങ്ങളും അത്ര മോശമല്ല. ദൈവത്തിന് മഹത്വം. പുള്ളി കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്നവർ മിക്കവരും നല്ല ആരോഗ്യമുള്ളവരും ഒക്കെ, ഇച്ചാനൊക്കെ നല്ല ആയ കാലത്ത് നല്ല ആകമുള്ള ആളാണ്. ഇപ്പൊ എന്നെ ഒന്ന് പ്രതികരിക്കുക, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. നമ്മളെ ആക്ഷേപിക്കുന്നവർ, ഉപദ്രവിക്കുന്നവർ ബൈബിള് പറിച്ച് കീറുന്നുണ്ട്, ട്യൂബ് ലൈറ്റ് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്, ചില സഭാകളിൽ കയറി പ്രശ്നമുണ്ടാക്കുക. അതിനകത്ത് പിള്ളേരില്ലായിട്ടാണോ? പണ്ടൊരാൾ പറഞ്ഞതുപോലെ മലയ്ക്ക് പോകാഞ്ഞിട്ടാണോ, കടുവായില്ലായിട്ടാണോ? 2 പേര് മലയ്ക്ക് പോയിട്ട് തന്നെ കടുവ പിടിച്ചു, മറ്റവൻ തിരിച്ച് രക്ഷപ്പെട്ടു വന്നു. അടിയന്തരം നടത്തിയപ്പം വലിയ പപ്പടം 16 പപ്പടം കൂട്ടി ഊണ്. കടുവ പിടിച്ച എന്നെ പിടിക്കാത്തവൻ്റെ വീട്ടിലെ പിള്ളേരോടെ ചെന്ന് കഴിച്ചു. അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ നല്ല മുഴുത്ത പപ്പടം ഉണ്ടെന്നുള്ള പറയാം. എൻ്റെ ഏടാ മലയ്ക്ക് പോകാഞ്ഞിട്ടാന്നോ, കടുവ ഇല്ലായിട്ടാന്ന് താണ്ട വന്നിരിക്കുന്നത്. അയാളെ കടുവ പിടിച്ചോണ്ടല്ലേ പപ്പടം കൂട്ടി ഉണ്ടത് താണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ആരോഗ്യമില്ലാഞ്ഞിട്ടാന്നോ, ആക്കമില്ലാഞ്ഞിട്ടാന്നോ, എല്ലാം ഉണ്ട്. പിന്നെ എന്നാ പ്രതികരിക്കാത്ത? ഇത് സമാധാനമാണ്. യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത 1 ഇത് രക്ഷിക്കുന്ന മാർഗമാണ്, 2 ഇത് സമാധാന മാർഗമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. 3 സുവിശേഷത്തിന്റെ വിശേഷത. തിമോത്തയോസിന്റെ 2-ാം ലേഖനം 1:10 എല്ലാം അറിവുള്ള വാക്യമാണ്, വായിച്ചു വിടുക. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും. അല്ല, അതിന് മേളിലൊരു പദവും കൂടെ ഉണ്ട്, ചേർത്ത് വായിക്കണം.
അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അങ്ങനെ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും ഉണ്ടോ? അക്ഷയത. അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താ സുവിശേഷത്തിന്റെ വിശേഷത? മരണം നീക്കി ജീവൻ തരുന്നതാണ്. എന്തുവാ മരണം? വേദപുസ്തകത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, രണ്ടാമത്തെ മരണം. ആ മരണം നീക്കും സുവിശേഷത്താൽ. രണ്ട് ജനിച്ചവൻ ഒന്ന് മരിച്ചാൽ മതി, ഒന്ന് ജനിച്ചവൻ രണ്ട് മരിക്കണം. സ്തോത്രം. ആ രണ്ടാം മരണം ഭയാനകമാണ്. ദൈവത്തിന് മകൾ തീ പൊയ്ക എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. തീ പൊയ്ക വല്ലപ്പോഴും കത്തുകയല്ല, രാപകലെന്നാണ് എഴുതിയേക്കുന്നത്. നമ്മളോർക്കുന്ന കത്തമ്മ ചാടി അങ്ങോട്ടെങ്കിലും കയറി നിൽക്കാം, പിന്നെ കെടുമ്പോൾ അങ്ങോട്ട് തങ്കച്ച ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. ഗന്ധകമാണ് ദൈവത്തിന് മഹത്വം. അവിടെ ദണ്ഡനമാണ്. തീ പൊയ്കയെന്ന ആ തീപ്പൊയ്കയിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. സ്തോത്രം സ്തോത്രം. തീപ്പൊയ്കയിൽ നിന്ന് രക്ഷിക്കും, ജീവൻ നിനക്ക് തരും, മരണത്തിൽ നിന്ന് രക്ഷിക്കും. അതാ സുവിശേഷം. അതായി സുവിശേഷമായി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സുവിശേഷ പുസ്തകമാണ് യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവാചകന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ. അതെന്താ? യേശുക്രിസ്തുവിനെ പറ്റി അടുക്കടുക്കായിട്ട് ഈ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ ധാരാളം വിശേഷതകളുണ്ട്. എനിക്കത് ഇഷ്ടമാണ് പറയുന്നത്. ഒന്ന്, ഇദ്ദേഹം ഒരു പ്രവാചകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രവാചകീയ. പുള്ളിയും പ്രവാചകൻ, ഭാര്യയും രണ്ടുപേരും പ്രവചന ശുശ്രൂഷ. അതെന്തോ ഒരു അനുഗ്രഹമാണ്. ഇത് ഒരാളാണെങ്കിൽ മറ്റേ ആൾ ഇതിനെതിരാണെങ്കിൽ അതോടെ കുഴഞ്ഞ് തീർന്നു. അനേക ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾക്കെല്ലാം പിന്നണിയിൽ നിന്ന് അവരെയൊക്കെ നന്നായിട്ട് വർദ്ധിക്കുന്നത് സഹോദരിമാർ. അവരടഞ്ഞാൽ അതോടെ തീർന്നു. ദൈവത്തിന് മഹത്വം. അവർ പക്ഷേ സ്റ്റേജിലൊന്നും അധികം വിലസുന്നില്ലെന്നേ ഉള്ളൂ. അവർ താഴെ ഇരുന്ന പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പലരും തിളങ്ങുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ അദ്ദേഹം പ്രവാചകൻ, സഹോദരിയും പ്രവാചകി. രണ്ട് പിള്ളേരുണ്ടായിരുന്നു. അവരും വലിയ തരക്കേടില്ല. ഒരുത്തൻ്റെ പേരാണെങ്കിൽ ചില നീളമുള്ള പേരാ, അല്ലയോ? വേറെ പുസ്തകത്തിലെ ഏറ്റവും വലിയ പേരും അങ്ങനെ തന്നെ. 8:2 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. അറിവുള്ള വാക്യമല്ലയോ? 8:3 വായിച്ചേ. ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു. യഹോവ എന്നോട് അവന് മഹേർ ശലാൽ ഹാഷ്ബസ് എന്ന് പേർ വിളിക്കും. അതൊരു ഇറക്കനെ 7:3 കൂടെ വായിച്ചോ. താള് പുറകോട്ട് മറിച്ച് വെച്ച്. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ മകൻ ശയാർ യാശൂബും. വേറൊരു ചെറുക്കന്, 2 പിള്ളേര്. അപ്പൊ 2 പിള്ളേരും വലിയ തരക്കേടില്ല. വാക്കുകളുടെ അർത്ഥമൊന്നും ഇപ്പൊ പറയുന്നില്ല. സഹോദരിയും അദ്ദേഹവും എല്ലാം കുടുംബമായി വേലയാ. ദൈവത്തിന് മഹത്വം. നല്ല ശുശ്രൂഷ. ഇന്നാളൊരു ഉപദേശി പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇപ്പൊ സഭയുടെ ചുമതലയുണ്ടോ? ഇതൊന്നും ഇവിടെ പൊതുവി പറയേണ്ടതില്ല, എന്നാലും പറയേണ്ടതായിട്ട് വന്നിരിക്കുക. ഇപ്പം ഇല്ല, എങ്ങും ഇല്ല. ഞാൻ ചോദിച്ചേനോ, പിള്ളേർ പറഞ്ഞ് ഇനി സഭയുടെ ചാർജ് ഒന്നും എടുക്കണ്ടെന്ന് പിള്ളേർ പറഞ്ഞെന്ന്. അപ്പം നേരത്തെ പിള്ളേരൊക്കെ നല്ല സെറ്റപ്പായി. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയും ഒക്കെ ചെന്നാൽ നല്ല സെറ്റപ്പായി. ഇപ്പം പിള്ളേർ പറഞ്ഞ് ഇനിയും പപ്പായും മമ്മി. അപ്പം ഈ പുള്ളി ഇത്രയും നാൾ വേല ചെയ്തത് പിള്ളേരെ സെറ്റപ്പാക്കാനാണ്. കാഴ്ചപ്പാടുള്ളവർക്ക് സഭ കൊടുക്കാതെ ഇവൻ കടന്നു പിടിച്ച് ഇതിനകത്ത് കയറി അടക്കോടി ഇരിക്കും പോലെ സെൻട്രൽ പാസ്റ്റേയും 2-3 അടിച്ച്, കേന്ദ്രത്തെയും 2-3 അടിച്ച്, ഇവൻ വലിയ സഭയെല്ലാം പിടിച്ചേച്ച് ഇപ്പം പിള്ളേർ പറഞ്ഞ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കാണുമായിരിക്കൊന്നും വെളിപ്പെടാത്ത കൊണ്ടാണ്. ആർക്കറിയാം ഇതൊക്കെ? അണ്ടിയോടെടുക്കുമ്പോൾ ആ മാങ്ങയുടെ പുളി അറിയുന്നത്. ദൈവത്തിന് മകത്ത് എവിടെ ഇല്ലാത്ത എല്ലായിടത്തും ഉണ്ട്. പിന്നെ പാസ്റ്ററെ പേടിച്ചെല്ലാം പമ്മിയിരിക്കുക. ദൈവത്തെ പഠിച്ചിട്ടൊന്നുമല്ല. ദൈവത്തിന് മകത്വം. ഞാൻ 100 തെളിവ് തരാം. പിള്ളേരെ സെറ്റപ്പാക്കാനല്ല ശുശ്രൂഷ. ഇന്നാളെ ഒരാൾ പറഞ്ഞ്, പിള്ളേരൊരു കര പറ്റിയിട്ട് ഞാൻ ഇതെല്ലാം അങ്ങ് നിർത്തുമെന്ന്. അങ്ങനെയുള്ള ധാരാളം എണ്ണമുണ്ട്. സാർ ഇവരെ കണ്ടുകൊണ്ടൊരു പാട്ട് എഴുതി, അത് പാടിയേക്കാം. വേല വേല എന്ന് ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലിയില്ല പോലെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ, നാലുപാട് തുറന്നുള്ള ജാല സുവിശേഷകരെ കൊണ്ടുവാ നീ പാപികൾ
ശ്രദ്ധിക്കുക. എന്നാൽ ഈ കുടുംബം, അദ്ദേഹം പ്രവാചകൻ, ഭാര്യ പ്രവാചകൻ, 2 പിള്ളേര്. മാത്രമാണോ യെശയ്യാ പ്രവാചകന്റെ വേറൊരു വിശേഷത, ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷ. ഞാൻ എപ്പോഴും പറയും, ഈ ശുശ്രൂഷ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാലത്താ. ദൈവദാസനെ 1 അധ്യായം 1 വാക്യം വായിച്ച് ആരുടെ കാലത്ത്? ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹെസ്കേയാവ് എന്നിവരുടെ കാലത്ത്, ഇവരുടെ കാലത്ത് ആ ശുശ്രൂഷ ഏതാണ്ട് 50 കൊല്ലം പുള്ളി പ്രവചന ശുശ്രൂഷ നടത്തി. 50 കൊല്ലം. അത് ചെറിയ കാര്യമാണോ? നമ്മുടെ ഇടയിൽ ചിലർ 2-3 കൊല്ലം ഒരു ഇളക്കവും വെപ്രാളം കഴിഞ്ഞ് വെച്ച് പിന്നിപ്പ ഇല്ല. ഒരു പൂതിയിളക്കം. 50 കൊല്ലം ശുശ്രൂഷ ചെയ്തു. ഈ 50 കൊല്ലത്തിനിടയ്ക്ക് കരുത്തന്മാരായ 4 രാജാക്കന്മാരാ ഭരിച്ചത്, അല്ലേ? ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹെസ്കേയാവ്. 4 എണ്ണം. 4 നല്ല പറ്റിയ പുള്ളിക്കാരാ. അവരുടെ കാലത്ത് ആ ശുശ്രൂഷിച്ചേ. ചില പാസ്റ്റേഴ്സിനോടും ദൈവദാസന്മാരോടൊക്കെ ചില ചോദിക്കും, എവിടൊക്കെ ഇരുന്നിട്ടുണ്ട്? ചില ഇന്നടത്തിന്, അയ്യോ അവിടെ ഇരുന്നതാണോ? അവിടെ ഇരുന്നതാ. അവിടെ അല്ലയോ മറ്റേ ഇന്ന പുള്ളി? പുള്ളി അവിടുത്തെ എങ്ങനെ ഇരുന്നു? ചില പറയും ദൈവം ഇരുത്തി. അപ്പൊ ഈ പ്രഗത്ഭരായ 4 പേരുടെ കാലത്താ യെശയ്യാവ് പ്രവചിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാ. ആരാ? ഉസിയാവ്, യോഥാ, ആഹാസ്, ഹിസ്കീയാവ്. 4 എണ്ണവും നല്ല ഏറ്റ പുള്ളിക്കാരാ. 1-2 കാര്യം പറഞ്ഞേക്കാം, അത് നല്ലതാ. ഉസിയാവ് പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കിയവന്. 26-ാം അധ്യായത്തിന്റെ 16 വായിക്കണം, പിന്നെ 19. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ന്റെ 16 ആദ്യം വായിക്കണം, അത് കഴിഞ്ഞ് 19 വായിക്കണം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. ഇച്ചിരി 10 പുത്തനും ചുറ്റുപാടും വരുമ്പോഴാണല്ലോ നിഗളം. സ്ഥാനം കിട്ടുമ്പോൾ, ഇച്ചിരി കാശ് കിട്ടുമ്പം, പഴയ പരുവക്കേട് മാറ്റുമ്പം, ആ കാക്കക്കേടെല്ലാം മാറുമ്പം പലതിനും. പണ്ട് മുട്ടയിരുന്ന് ആരാധിച്ച് അവറാച്ചന് ഇപ്പൊ പിള്ളേര് അമേരിക്കയിലും ഗൾഫിലും പേർഷ്യയിലും ഒക്കെ പോയി 10 പുത്തനായി, വീടായി, ഒരു വണ്ടിയായി. ഇപ്പൊ അവറാച്ചൻ ആരാധന. അവറാച്ചൻ ഇങ്ങനെ ടാറ്റ അടിച്ചിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇത് കിട്ടിക്കഴിയുമ്പം ചിലർക്ക്, എല്ലാവരും അല്ലെങ്കിലും മിക്കവരും. പണ്ട് യോഗത്തിന് വന്നാൽ അറിയാം, ഇപ്പം വരുന്നതും പോകുന്നതും ആരും ഒന്നും അറിയുന്നില്ല. അതാ ഇച്ചിരി കിട്ടിക്കഴിയും ബലവാനായപ്പം ഹൃദയം നിഗളിച്ചു. പിന്നെ അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് എല്ലാം എതിരിക്കുന്നില്ല. ഇവൻ ധൂപം കാട്ടുവാൻ അകത്ത് ചെന്ന് ധൂപകലശം കയ്യിൽ പിടിച്ചു. പുരോഹിതൻ തടഞ്ഞപ്പം പുരോഹിതനെ അതിക്രമിച്ചവൻ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചെന്ന 19 ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ബൈബിള് കൈ വെച്ചുകൊണ്ട് വടക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ചെല്ല് പിന്നെ ഭാര്യയുടെ കൊടുക്കുന്ന ഈ പിടിക്കുക. ഞാൻ 2 കാര്യം, അത് കുറച്ചുകൂടെ മര്യാദയുണ്ട്. ഇത് കക്ഷത്തി വെച്ചുകൊണ്ട് വടക്കുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ കട്ടി. ചെല്ല് മര്യാദക്കാരാ. ഇത് പിടിച്ച ഞാൻ 2 കാര്യം പറഞ്ഞേച്ച് കുറച്ചുകൂടെ ഒരു മര്യാദയുണ്ട്. ഇവൻ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കുക ഉസിയാവ് കോപിച്ച്, എൻ്റെ ഭാഷ പറഞ്ഞ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. ഇവന്റെ കാലത്ത് യെശയ്യാവ് പ്രവചിക്കുന്നു. സഭയെ വഴക്കുണ്ടാക്കുന്നവന്റെ കാലത്ത് അവിടെ ശുശ്രൂഷിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണ്. ദൈവദാസന്മാർക്കൊക്കെ അറിയാം. ഉടക്ക് ടീമുള്ളിടത്തൊക്കെ പ്രസംഗിക്കാന്ന് പറഞ്ഞ അയ്യോ അത് ഭയങ്കര പാടാ. യെശയ്യാവ് അങ്ങനെ ശുശ്രൂഷിച്ച്. അപ്പൊ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ ഉസിയാവ്. യവനൊരു മോനുണ്ടായിരുന്നു യോഥാം. പള്ളിയിൽ കയറുകയല്ല. 27-ന്റെ 1 യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. പിന്നെ അവന്റെ അമ്മയ്ക്ക് യെരൂഷ എന്ന് പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഗുണമുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. പള്ളിക്കകത്ത് കയറുകയല്ല. ജനമോ മതി. അപ്പം പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി മോൻ പള്ളിയിലോട്ട്. ചില മാതാപിതാക്കൾ അറിയാം, പാസ്റ്റർ പോലും പ്രാർത്ഥിക്കണം. എന്നാ പിള്ളേര് ഇപ്പൊ ആരാധനയ്ക്ക് എങ്ങനെ വരും? നീ ഹോളിൽ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ നിന്റെ സന്തതി കയറുമോ ഇതിനകത്ത്? നീ കമ്മിറ്റിയാ, കൗൺസിലാ, പ്രസിഡന്റാ, സെക്രട്ടറിയാ, കൊന്തമാണെന്നും പറഞ്ഞ് ഇതിനകത്ത് കിടന്ന് ഉടക്കുണ്ടാക്കിയാൽ നിന്റെ തലമുറ ഇതിനകത്ത് വരുമോ? നിന്നോടുകൂടെ ഇരിക്കുമോ? അതുകൊണ്ട് ഞാൻ എന്നെയും കൂടെ പ്രതി ചേർത്ത് പറയുക, കുഞ്ഞുങ്ങളുടെ മുൻപിൽ മര്യാദയോടെ, വിശ്വസ്തയോടെ, ഭക്തിയോടെ, പരമാർത്ഥതയോടെ ജീവിച്ചാൽ നിന്റെ സന്തതി നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ അപ്പം പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി മോൻ പള്ളിയിലോട്ട് കയറുകയല്ല. 10 ഗുണം 10 ഗുണമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല, കണ്ണന്റെ മൂട്ടി കാളി ഉണ്ടാകുകയായിരുന്നു.
കണ്ണമ്പാടയുടെ ചോട്ടി കണ്ണമ്പാടയുടെ വിത്ത് തന്നെയാണ് വരുന്നത്. ഇനി ഇയാൾക്കൊരു മോനുണ്ടായിരുന്നു, അവൻ അതിലും വിചിത്രക്കാരനാണ്. 28:24 28-24 യാഹാസ് ദൈവാലയത്തിൽ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിൽ ഉപകരണങ്ങളെ ഉടച്ച് തുടക്കിയായിരുന്നേ ഗുണം വന്നേനെ, ഉടക്കിയ. അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു പള്ളി പൂട്ടി. നല്ല ഫാമിലി. പള്ളി ഇവരുടെ കാലത്തായി യെശയ്യാവ് പ്രവചിക്കുന്നെന്ന് ഓർക്കണം. പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ, പള്ളി വരാത്തവൻ, പള്ളി പൂട്ടുന്നവൻ. തീർന്നില്ല. യവനൊരു മോനുണ്ടായിരുന്നു, അതാ ഹിസ്കിയാവ്. അയാൾ എന്നെ അടുത്തു. നിങ്ങൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 14 വായിച്ചേ. എല്ലാം വായിക്കാൻ നേരമില്ല. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീഷിൽ ആശൂർ രാജാവിന്റെ അടുക്കൽ ചെന്ന്, ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങി പോകണം, നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. പിഴ ഞാൻ അടച്ചു. പ്രശ്നമായി. കേസും കോടതിയും മഴക്കായ്മ പറഞ്ഞ് എന്ത് പൈസ വേണേലും പൈസ ഇറക്കാം. സ്വത്രകാഴ്ച കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇറക്കാം. വായിര്. അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കുടുംബ സ്വത്തൊന്നുമല്ല, ദൈവാലയത്തിൽ എടുത്തു കൊടുക്കുക. സ്തോത്രകാഴ്ചയൊക്കെ എടുക്കുമ്പം ഞാൻ എന്നെയും പ്രതിയാക്കി പറയുക. ലോക്കൽ കൺവെൻഷൻ ആണെങ്കിലും ഡിസ്ട്രിക്ട് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും മേഖലയാണെങ്കിലും ജനറൽ ആണെങ്കിലും റോഡ് പണിക്ക് പോകുന്നവൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. കിട്ടുന്നതിൻ്റെ അടുക്കളയിൽ പാത്രം കഴുകാൻ പോകുന്ന മാന്യ സഹോദരിമാർ അതിൽ നിന്ന് കിട്ടുന്നത്. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. വണ്ടിപ്പണിയും വഴിപ്പണിയും ഒക്കെ ആയിരിക്കും. ചില ബിസിനസ് എന്തുവാകട്ടെ, ലഭിക്കുന്നതിൻ്റെ നന്മയാണ്. അതാ കൊണ്ടിടുന്നത്. അതാ ഈ ദൈവാലയത്തിൽ വരുന്നത്. അതെടുത്താന്നോ അശൂർ രാജാവിന് കൊടുക്കുന്നത്. വക്കീല് കുഞ്ഞുഞ്ഞിനും മജിസ്ട്രേറ്റിനും അവർക്കും എല്ലാം കൊണ്ട് കൊടുക്കുക. ഗുണ്ടകൾക്കും 10 ഗുണ്ട സ്റ്റേജിൻ്റെ പുറകിൽ, 14 ഗുണ്ട മെയിൻ ഗേറ്റിൻ്റെ അവിടെ. മനസ്സിലാകാഴിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്ന്. സ്റ്റേജിലൊക്കെ മിക്കയിടത്തും കസേര പേരെടുത്തിട്ടിരിക്കുക. അവിടെ എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. വേറൊരുത്തൻ അതിനകത്ത്. എൻ്റെ ദൈവമേ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ദൈവത്തിന് മഹത്വം. ഇതിനകത്ത് പൈസ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. 1 രൂപ അരക്കാശിന് വിലയുള്ളതാ. ദൈവത്തിന് മഹത്വം. കണക്ക് കൊടുക്കണം. ഹിസ്കിയാവ് ഇതെല്ലാം കൂടി എടുത്ത് വായിച്ചേ. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. എടുത്തു കൊടുത്തെന്ന്. പിന്നെ ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്തു. എല്ലാം കൂടെ പള്ളിക്കകത്ത് കട്ടളെ പൊതിഞ്ഞത് പറിച്ചെടുത്ത് പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. മോൻ പള്ളിയിൽ കയറത്തില്ല. കൊച്ചുമോൻ പള്ളി പൂട്ടി. കൊച്ചുമോന്റെ മകൻ പള്ളിയിൽ ഇരുന്നേലും കൂടെ പറിച്ചെടുത്ത് തീർന്നില്ല. യവനൊരു മോനുണ്ടായിരുന്നു ഹിസ്കിയാവിന്. ആ പേര് തന്നെ ഒരു ഗുണമുള്ളതല്ല. മനേഷേ പേര് കേൾക്കുമ്പോൾ അറിയാം. ആള് 21 വായിച്ച 21:1 ഇപ്പൊ തന്നെ വായിച്ച അധ്യായത്തിന്റെ വായിച്ച പുസ്തകം മനേഷേ ഒത്തിരി വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. എന്തിനാ ഒത്തിരി പ്രായം? ഇത് 12 തന്നെ അധികമാണ്. ചില ഈ കൊച്ചുങ്ങളൊക്കെ ചിമിഴ് പോലെ എന്നാ ബുദ്ധിയാന്നറിയാം ഇതിനൊക്കെ. നമ്മളോർക്കും കുഞ്ഞാണ്. അവൻ കുഞ്ഞാ, പക്ഷെ ഇതുപോലെ. പിന്നെ മനേഷേ അവൻ ചെയ്തത് 7-ാം വാക്യം വായിര്. ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കും എന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ദൈവാലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. അങ്ങനുണ്ട്. മനേഷേ ഇവനുണ്ടാക്കിയ അശേര പ്രതിഷ്ഠകളെ പള്ളിക്കകത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഞാനിപ്പോ 5 തലമുറയുടെ കാര്യമാ പറഞ്ഞേ. 5 തലമുറ.
പെന്തിക്കോസ് ചിലരൊക്കെ വലിയ ഗീർവാണം അടിക്കും, ഞങ്ങൾ 5ാം തലമുറയാണ്, ഗ്ലോറി. പിന്നെ നല്ല തലമുറയുണ്ട്, അവരെ അഭിനന്ദിക്കുന്നു, വലിയ വീരസ്യമാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ഇപ്പോഴത്തെ 5ാം തലമുറ. 5 തലമുറ. 1ാം തലമുറ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, 2ാം തലമുറ പള്ളി കയറുകയല്ല, 3ാം തലമുറ പള്ളി പൂട്ടി, 4ാം തലമുറ പള്ളികളെല്ലാം കൂടെ പറിച്ച് ശത്രുവിന് കൊടുത്തു, 5ാം തലമുറ പള്ളിക്കകത്ത് കൊണ്ട് ആശേരയും സ്ഥാപിച്ചു. 5ാം തലമുറ വന്നപ്പം പിതാക്കന്മാരും ഭജനമൊക്കെ ഉപേക്ഷിച്ചത് പള്ളിക്കകത്ത് കൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. മിണ്ടാൻ പറ്റുമോ? എതിർക്കാൻ പറ്റുമോ? കാശും കസേരയെല്ലാം അവരുടെ കയ്യിലാണ്, മിണ്ടാൻ പറ്റുമോ? നമ്മൾ വല്ലതും മിണ്ടി ഉടനെ ട്രാൻസ്ഫർ അട്ടപ്പാടിക്ക്, അല്ലെ എല്ലാവരോടും കൂടി അവനെ എഴുതി കൊല്ലും, അല്ലേ അവനെ പ്രസംഗിച്ചു കൊല്ലും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിച്ചത് വയ്യാവേലി ആയല്ലോ എന്ന്. ഒരു വയ്യാവേലിയില്ല, നമ്മളെക്കാൾ നന്നായിട്ട് മറ്റുള്ളവർക്കറിയാം. ഒരു കാര്യം, ഇതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ചിലരുണ്ട്. അത് പറയാനാണ് ഞാനീ വന്നത്. ഇതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ഭക്തന്മാരുണ്ട്, അവരെ ഓർത്തായി ഇത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ രാജാക്കന്മാരുടെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷ ചെയ്തത്. പള്ളി വടക്കുണ്ടാക്കുന്നവൻ, പള്ളി പൂട്ടുന്നവൻ, പള്ളി കയറാത്തവൻ, പള്ളിയിലെ സാധനം വിൽക്കുന്നവൻ, പള്ളിക്കകത്ത് ബിംബത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കും. ഇവന്മാരുടെ കാലത്ത് യെശയ്യാവ് പ്രവചിച്ചു. പ്രവചനത്തിന് ഭംഗമൊന്നും വന്നില്ല, ശുശ്രൂഷ മുടക്കിയില്ല, കൂട്ടായ്മ മുടക്കി. എൻ്റെ ഭാഷയാ, കൂട്ടായ്മ ആരാധന ഒന്നും മുടക്കിയില്ല. അതല്ല യെശയ്യാവ് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ കാര്യം. വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്, ഈ പള്ളി പൂട്ടുന്നവനും പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനും പള്ളി പ്രശ്നം ഉണ്ടാക്കുന്നവനും ഇവരുടെ എല്ലാം കാലത്ത് യെശയ്യാവ് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ കാര്യം പണത്തിൻ്റെ കൊഴുപ്പോ കസേരയുടെ വലിപ്പമോ ആമേൻ രാഷ്ട്രീയ ബലം കൊണ്ടൊന്നുമല്ല. യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 20, 21 തിരുവെടുത്തൊന്ന് വായിച്ച്, ഒരു പ്രയോഗം അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 12-ന്റെ 20, 21 ഒന്ന് വായിച്ചേ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ 40-41 12-ന്റെ അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കിയോ ചെയ്യാതിരിക്കേണ്ടതിന്. അത് യെശയ്യാ പ്രവചനം 9-ലെ വാക്യങ്ങൾ കോട്ട് ചെയ്ത് പറയും. ഇൻവെർട്ടർ അടുത്ത പദം ചേർന്ന് വായിച്ചു. അവരെ സൗഖ്യമാക്കിയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി, അടുത്തത് ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അടുത്തത് യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. അവനെ കുറിച്ച് മതി. യേശുക്രിസ്തുവിന്റെ തേജസ് യെശയ്യാവ് കണ്ടു. പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ പള്ളി വഴക്കുണ്ടാക്കുമ്പോൾ യെശയ്യാവ് വഴക്കല്ല ശ്രദ്ധിക്കുന്നത്, യേശുവിന്റെ തേജസ്സാണ്. ഇന്ന് രാത്രി ഞാൻ ബന്ധിക്കോസുകാരോടും എല്ലാ കോസുകാരോടും പറയാം, പള്ളി വഴക്കുണ്ടാക്കുന്നവൻ കാണും, പള്ളിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന നീ അത് നോക്കണ്ട, നീ അവന്റെ പുറകെ പോകണ്ട, അതിന് അഭിപ്രായവും പറയണ്ട. ഞാനും നീയും യേശുവിന്റെ തേജസ് കാണണം. പള്ളി വരാത്തവർ കാണും, പള്ളി കയറാത്തവർ കാണും, പള്ളി പൂട്ടുന്നവർ കാണും. അതൊക്കെ അവർ ചെയ്യട്ടെ, അവനവൻ്റെ പ്രവൃത്തിക്ക് അടുത്ത വിധി അന്ന് മേടിച്ച് കെട്ടിക്കൊള്ളും. പക്ഷേ ഞാനും നിങ്ങളും ഇതൊന്നും കണ്ട് തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുക്കരുത്. ഞാനും നിങ്ങളും കാണരുത് യേശുവിൻ്റെ തേജസ്സാണ്. പ്രൈസ് ദി ലോർഡ്. മാറത്ത് പൊൻകച്ച് കെട്ടുവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കുന്ന നടുവിൽ നിലകൊള്ളുന്ന നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഞാനും നീയും കാണേണ്ടത് യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ തേജസ്സാ കാണണ്ടേ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ കക്ഷികളെല്ലാം ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോഴെല്ലാം യെശയ്യാവ് 50 കൊല്ലം ശുശ്രൂഷിക്കാൻ തന്നെ പ്രാർത്ഥനയാക്കിയതിൻ്റെ മാർമിക വിഷയം തേജസ് കണ്ട് യേശുവിൻ്റെ. അല്ല, എങ്ങനെ ആ തേജസ് കണ്ടത്? ഓടിച്ച് പറഞ്ഞാൽ ഭാഗം വിടാം. യേശുവിൻ്റെ തേജസ് കണ്ടത് ഇങ്ങനെ 6-ാം അധ്യായത്തിൻ്റെ 1 വായിച്ചു. 6-ന്റെ 1 യെശയ്യാവ്. രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ. സാധാരണ ഈ വാക്യങ്ങൾ ഞങ്ങൾ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ആദ്യം പ്രസംഗിച്ച് തുടങ്ങുന്നത് ഈ വാക്യമാണ്. ഉസിയാവ് മരിച്ച ആണ്ടിൽ. ചില സഭയിലൊക്കെ വിടുമ്പോൾ ഞാൻ ഒത്തിരിയും പറഞ്ഞിട്ടുണ്ട്. അമ്മമാരൊക്കെ ഞങ്ങളെ ഉത്സാഹ ഊറി എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പറയും, ഇളകി നിന്റെ ജീവിതത്തിൽ ഉസിയാവ്
മരിക്കണം എന്നൊക്കെ ഞങ്ങളും പറയും. അമ്മയൊക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉസിയാവ് മരിച്ചെന്നുള്ളത് നിൻ്റെ ജീവിതത്തിൽ ഉസിയാവ് മരിക്കണം, മരിച്ചെങ്കിൽ ദർശനം ഇത് ശരിയാണ്. ഉസിയാവ് മരിച്ചെന്നുള്ള പ്രയോഗം ഒരു കാലക്കണക്ക് പറഞ്ഞെന്നേ ഉള്ളൂ. ഉസിയാവ് മരിച്ച ആണ്ടില്ല പുള്ളി ഈ ദർശനം കണ്ടത്. അത് രാജാക്കന്മാരുടെ ആണ്ടുകളൊക്കെ പറയും. അതെന്തിനാ? അത് തെറ്റാതിരിക്കാനാ. 14:28 വായിച്ചേ യെശയ്യാവ് 14:28. ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ, അവിടെ മരിച്ച ആണ്ടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊരു കണക്ക് പറയുക. ഇവിടെ ഉസിയാവ് മരിച്ചു, അവിടെ ആകാശ് എന്ന് പറഞ്ഞാൽ തർക്കം വരാതിരിക്കരുത്. ഇന്നയാടെ കാലത്തായി ശുശ്രൂഷ ചെയ്തെന്നാ. അപ്പൊ എന്തായാലും ഇനി മറുവശം, ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിരിക്കുന്നത് യെശയ്യാവ് കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടുത്തെ തേജസ് കണ്ടെന്ന എന്ന് പറഞ്ഞാൽ ഇവര് ഫസ്റ്റ് കസിനുമൊക്കെയാ, ബന്ധുക്കാരാ. യെശയ്യാവും ഉസിയാവും ഇവരെല്ലാം രാജകുടുംബത്തിൽപ്പെട്ടവരാ, റോയൽ ഫാമിലിയാണ്. അപ്പോൾ ഇവർ ബന്ധുക്കളുമാണ്. അപ്പം അതുകൊണ്ട് ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് ഹൃദയവേദന വന്നെന്ന. ആള് ചില വഴക്കും പുക്കാറും ഒക്കെ ഉണ്ടെങ്കിലും ചില കാര്യമൊക്കെ ഗുണമുള്ള കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയല്ലേ, വേവിച്ചാരിച്ചിട്ട് കുടിക്കുമെങ്കിലും യോഗം മുടക്കുകയല്ല. ഏച്ചാരിച്ചിട്ട് കുടിക്കുമെന്നുള്ളൂ, എന്നാലും പിന്നെ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. അങ്കമാമ ഇച്ചിരി നുണയും കൊതിയും പറഞ്ഞാലും ആത്മാവിലാകും. അപ്പം അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ചില മാസ്റ്റർമാരെ പറ്റി പറയും നല്ല പ്രസംഗമാണ്, പക്ഷേ പുള്ളി വേറെ ആരും പ്രസംഗിച്ചാൽ പ്രതികരിക്കുകയല്ല, അതിലിങ്ങനെ വാർത്താൻ കളിച്ചിരിക്കും. ആ കാര്യത്തിൽ ഞാൻ ജോൺസൺ പാസ്റ്ററെ ബഹുമാനിക്കുക. ഞാൻ ചിലപ്പോൾ ലൈവൊക്കെ കാണും. ദൈവദാസന്മാർ ശുശ്രൂഷ അങ്ങനെ വേണം. ചില കൊണ്ട് മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ പ്രതികരിക്കുകയല്ല. ഇവരെടുന്നൊക്കെ എല്ലാവരും ഇങ്ങനെ 66 കവിയെ പിടിച്ച പോലെ ഇരിക്കണം. അങ്ങനെയുള്ളവർ പ്രസംഗിച്ച് അനങ്ങരുത്. അനങ്ങരുത്. നിങ്ങൾ വാക്യവും വായിച്ചു കൊടുക്കരുത്. അവൻ തന്നെ വാക്യം വായിക്കണം, തന്നെ കിടന്ന് അലറണം. മറ്റൊരാൾ പ്രസംഗിക്കുമ്പോൾ ഇവൻ അനങ്ങത്തില്ല. ഞാൻ ഞങ്ങളുടെ സഭയിൽ പാസ്റ്ററെ പോലെ ഞാനും അത്ര ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞങ്ങളുടെ സഭയിൽ ആര് വന്ന് പ്രസംഗിച്ചാലും ഞാനും ചുപ്പാസൊക്കെ വാക്യം വായിച്ചു കൊടുക്കും, സ്തോത്രവും പറയും. അവരെ ഉത്സാഹിപ്പിക്കും. അത് അങ്ങനെ വേണം. ഇത് ഞാൻ സെൻട്രൽ പാസ്റ്റർ, കൗൺസിൽ മെമ്പർ, സെക്രട്ടറി, കമ്മിറ്റി, അതിൻ്റെ ഉന്തം എനിക്കതിനോട് യോജിപ്പില്ല. ഒരു കുഞ്ഞാന്നിൽ വെടിനേറ്റ് സ്തോത്രം അവൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമല്ലേ, അല്ല അവൻ്റെ വചനമല്ലല്ലോ. ഹോബയുടെ വചനമല്ലേ പറയുന്നേ, ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ഉസിയാവ് വഴക്കാളിയാണെങ്കിലും കുറെ ഗുണമൊക്കെ ഉണ്ട്. അതിലൊരു ഗുണം, ഒത്തിരി ഉണ്ട്. ഒരു ഗുണം, ഇയാള് വലിയ കൃഷിപ്രിയനായിരുന്നു. ഉസിയാവേ വലിയ കൃഷിപ്രിയനാ. ജലസേചന പദ്ധതിയൊക്കെ പുള്ളിയുടെ കാലത്ത് നല്ല രീതിയിലാണ് പോയത്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ജലസേചന പദ്ധതി. ആ വാക്യം ശിവപാസ് കണ്ടോ? ഒന്ന് വായിച്ചേ, ഒന്ന് വായിച്ചേ. അവിടെ ഉണ്ടല്ലോ, കൃഷിപ്രിയനായിരുന്നെന്നാ വാക്യം. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. നിങ്ങൾ കണ്ടവരൊന്ന് വായിച്ചു. അവൻ കൃഷിപ്രിയനായിരുന്നു. അങ്ങനെ അവന് ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. നിങ്ങൾ എടുത്തവരൊന്ന് വായിച്ചു. അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നത് കൊണ്ട്, ഇവന് താഴ്വീതിയിലും സമഭൂമിയിലും ഒത്തിരി കന്നുകാലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു. അടുത്തത് അനേകം കിണറുകളും കുഴിച്ചു. ജലസേചന പദ്ധതിക്കൊക്കെ പുള്ളി വലിയ താല്പര്യക്കാരനാ. പിന്നെ അവൻ കൃഷിപ്രിയനായിരുന്നതിനാൽ മതി. അപ്പോൾ ഈ ഉസിയാവ് കൃഷിപ്രിയനും ജലസേചന പദ്ധതി കൊണ്ടുവന്നവനും പിന്നെ ഫാമും ഒക്കെ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് നല്ല പുരോഗതിയാണ്. ഏതാ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ഉള്ളത് കൊണ്ടല്ലേ കൾച്ചർ നന്നാകുന്നേ. അഗ്രികൾച്ചറിൽ നിന്നാ കൾച്ചർ. അഗ്രികൾച്ചർ മോശമായപ്പോഴേ കൾച്ചറും, ഇപ്പൊ കൾച്ചർ ഇല്ലല്ലോ. ഞാൻ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്ത് നല്ല കൾച്ചറാ, കൃഷിപ്രിയനാ, രാജ്യത്തിന് വളരെ പുരോഗതിയാ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് വലിയ മനോദുഃഖം. ദൈവമേ, ഇനി രാജ്യത്തിന്റെ ഭാവി എങ്ങനാ? ഇവരെല്ലാം രാജകുടുംബക്കാരുമല്ലേ. ഇനി കൃഷിയുടെ കാര്യം, ജലസേചന പദ്ധതി, ആ മൃഗങ്ങളുടെ സംരക്ഷണം, ഇത് ആരാ, എന്തുവാ, എങ്ങനാ? ആ സിംഹാസനത്തിൽ നോക്കിയപ്പോൾ ഇനി ആരാ ഇവിടെ വന്നിരിക്കുന്നത്, ഇരുന്നാ ശരിയാകുമോ, എങ്ങനാ? ഇങ്ങനെയൊക്കെ ചിന്താഭാരം വന്നപ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിലിരുന്നു.
മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ് യെശയ്യാവിനോട് മൗനമായ ഭാഷ പറയാ, യെശയ്യാവേ, ഉസിയാവിന്റെ സിംഹാസനത്തിൽ ആളില്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഞാൻ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി എനിക്ക് ആരുമില്ല, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ, കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്നോർത്ത് ആരേലും നിരാശയോടെ ഭാരത്തോടെ ഈ പന്തലിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്നോടും കൂടെ ദൂത് പറയുക, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ നമുക്ക് വേണ്ടി ഒരുവൻ ഇരിക്കുന്നുണ്ട്. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. ഇത് യെശയ്യാവ് കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന തേജസ് കണ്ടെന്ന. അപ്പൊ എന്താ കണ്ടത്? ഇവിടെ 6-ാം അധ്യായത്തിൽ ഒരു സിംഹാസനം കാണുന്നു. കർത്താവ് ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനം. ഇനി 53-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചു. അവിടെ എന്തുവാ കാണുന്നത്? യെശയ്യാവ് 53:7. പെട്ടെന്ന് തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അടുത്തത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ. അപ്പോൾ 53:7 ഒരു കുഞ്ഞാടിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുന്നു, 53-ൽ കുഞ്ഞാടിനെ കാണുന്നു. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശുവിനെ കണ്ടെന്നാ, കുഞ്ഞാടിനെ കണ്ടു സിംഹാസനത്തിൽ. അപ്പൊ 6-ൽ സിംഹാസനം, 53-ൽ കുഞ്ഞാട്. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വായിച്ചേ, വെളിപ്പാട് 5:1. ഓടിച്ച് മുമ്പോട്ട് പോകാം, ഇടയ്ക്കത്തെ അങ്ങ് വിടുക. 5:1. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ സിംഹാസനം കാണുന്നുണ്ട്. ഇനി 5-ാം വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട്. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞാട്. യെശയ്യാവ് 6-ൽ സിംഹാസനം, 53-ൽ കുഞ്ഞാട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് 5:1 സിംഹാസനം, 5:6 കുഞ്ഞാട്. ഇനി വെളിപ്പാട് 7:10 വായിച്ച. 7:10 വെളിപ്പാട് 7:10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. സിംഹാസനം കുഞ്ഞാടും അടുത്തടുത്ത് വരുന്നു. യെശയ്യാവ് 6-ൽ സിംഹാസനം, പിന്നെ 53-ൽ കുഞ്ഞാട്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അടുത്തടുത്ത് വന്ന് 5:1 സിംഹാസനം, 5:6 കുഞ്ഞാടിനെ കാണുന്നു. 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കുഞ്ഞാടും സിംഹാസനവും അധികം അകലെയല്ലാതെ. ഇനി അതിന്റെ 17 വായിച്ച്. 7:17. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അടുത്തടുത്ത് അവരെ ഏറ്റവും അടുത്തല്ലോ. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട്. ഇത് യെശയ്യാവ് കണ്ടു. ഞാനും നിങ്ങളും കാണേണ്ടത് ഈ ദർശനമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പക്ഷേ പല ആൾക്കാർ ഇതൊന്നും വാല് കാണുന്ന പാമ്പ് പത്തി മമ്മി ഞാൻ കണ്ട് പാമ്പിനെ പത്തി അല്ലാതെ കാലാന്നാ പൊക്കുന്നത്. പാമ്പ് പത്തി പൊക്കിയെന്ന്. പത്തിയല്ലേ പൊക്കണ്ടേ? ഈ പാമ്പിനെ പോത്തിനെ ഒന്നും അല്ല കാണേണ്ടത്, നീ യേശുവിനെ കാണണം. ആ കർത്താവിനെ നന്നായിട്ട് കണ്ടാൽ പള്ളി പൂട്ടുന്നവൻ പൂട്ടും, വഴക്കുണ്ടാക്കുന്നവൻ വഴക്കുണ്ടാക്കും, ഇത് പറിച്ചു വിൽക്കുന്നവൻ അവിടെ വിൽക്കും, പ്രശ്നം ഉണ്ടാക്കുന്നവന് പ്രശ്നം. നിനക്കതൊന്നും വിഷയമല്ല. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ അത് ചെയ്ത് അവൻ നന്ന് നല്ലവനും വിശ്വാസനാകുന്നത്. അത് യെശയ്യാവിന് വെളിപ്പെട്ടു. ഇനി ശിശു ശൈശവത്തിൽ എന്തോ കഴിക്കും. 7:14 വൈര്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും ശൈശവത്തിലെ തൈരും തേനും കൊണ്ട്. തേൻ മോട്ടിച്ച തേനല്ല, അടിച്ചു മാറ്റിയ തേനല്ല. മനസ്സിലാകുന്നുണ്ടോ? മതി. അപ്പുറത്തെ വീട്ടുകാരുടെ കുപ്പിക്കകത്തെ ചില്ലുകുപ്പിക്കകത്തിരുന്ന തേന് അടിച്ചു മാറ്റി കഴിച്ചെന്നല്ല ഈ പറഞ്ഞത്. ശൈശവത്തിൽ അവൻ തൈരും തേനും അവ എന്തോ ഭക്ഷിക്കും. അതും വെളിപ്പെട്ടു. തീർന്നില്ല, ഒത്തിരി കാര്യമുണ്ട് എല്ലാം പറയാൻ. ദൈവത്തിന് നേരമില്ലല്ലോ. കർത്താവിന് സമയമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക.
എനിക്ക് ഈ വിഷയമൊക്കെ എൻ്റെ ശൈലി അനുസരിച്ച് പറയണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂറെങ്കിലും വേണം. അത് കുറ്റമായിട്ടല്ല പറഞ്ഞത്, ഒരു ഉണ്ടല്ലോ ഓരോ രീതി. ദൈവം എന്നാലും നിങ്ങൾ കേട്ടിരിക്കുന്നല്ലോ, വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ശിശുവിൻ്റെ വിശേഷത, ദൈവത്തിന് മഹത്വം. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഏത് കുടുംബത്തിൽ നിന്ന്? ഈശോയുടെ കുടുംബത്തിൽ നിന്ന്. ആ ശിശു ശൈശവത്തിൽ എന്ത് പുജിക്കും? തൈരും തേനും. മാത്രമാണോ ആ ശിശു വളർന്ന് ശുശ്രൂഷ ആരംഭിക്കും. ആ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കും? 9:1 വായിര്. 9:1. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. അടുത്തത്, പണ്ട് അവൻ സെബലൂൻ ദേശത്തിന് നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശുശ്രൂഷ ഗലീലയിലായിരിക്കുമെന്ന് അതും വെളിപ്പെട്ടു. അതിന് ഗലീലക്കാർക്ക് ആർക്കും വലിയ താല്പര്യമില്ല. ഗലീലക്കാരങ്ങനെ വലിയ വിദ്യാനിപുണന്മാരൊന്നും അല്ല. അതുകൊണ്ട് ആർക്കും വലിയ താല്പര്യമൊന്നും. എല്ലാം മീൻ പിടിക്കുന്നവരെ സാധാരണക്കാരും വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. മീൻപിടുത്തക്കാരല്ലേ. അതിൻ്റെതായ പണ്ട് ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ ഒരു അമ്മയോട് ചോദിച്ചു, അമ്മ ഇവർ നിങ്ങളുടെ സഭയിലാണോ? ആ, ഞങ്ങളുടെ സഭയിലാണ്. ഉടനെ തള്ള എന്നോട് പറയാ, മറ്റേ കൂട്ടരാ. ഞാൻ ചോദിച്ചു, ഏത് കൂട്ടരാ? ഓ, അതെന്തുവാ മോനെ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ തള്ള പറഞ്ഞത് മറ്റേ കൂട്ടരാന്ന്. ഞാൻ ചോദിച്ചു, അതാരാ? അപ്പൊ അവര് പറഞ്ഞത് അതുപോലെ പറയാം കേട്ടോ, ക്ഷമിക്കണേ, ഞാനങ്ങ് ക്ഷമ ചോദിക്കുക. പന്നത്തള്ളയ്ക്ക് ബോധമില്ലാതെ പറഞ്ഞേന്. അവര് പറയാ മരക്കാന്മാരാന്ന്. നാളുകൾ കഴിഞ്ഞപ്പം വെള്ളം പൊങ്ങിയപ്പം ആ കടൽ തീരത്തുള്ള മാന്യ സഹോദരന്മാര്, കൊല്ലംകാരൊക്കെ വള്ളം കൊണ്ടുവന്ന് ഈ പേ പിടിച്ച പന്നത്തള്ളേനെ വള്ളത്തേലിട്ട് രക്ഷപ്പെടുത്തി. എന്നാ അത് ആടിക്ക് കൈ കൊടുത്ത് സങ്കടപ്പെട്ടിരിക്കുന്നു? ഉള്ള കാര്യമായി ഉള്ളതായി പറയുന്നു, ഉള്ളതേ പറയുള്ളൂ. ഈ തള്ള ആരെ ആക്ഷേപിച്ചോ ആ മാന്യ സഹോദരന്മാര് വള്ളവും എടുത്തോണ്ട് വന്ന് റാന്നി സൈഡിലും ചെങ്ങന്നൂർ സൈഡിലും വന്ന് ഈ പീറ തള്ള അഹങ്കരിക്കരുത് കേട്ടോ. ഞാൻ വലിയ പുള്ളിയാ, ഞാൻ വലിയ കുടുംബസേട്ടതയാ, എനിക്ക് വലിയ അതുകൊണ്ട് ദൈവം നിന്നെ അടിച്ച് നിന്റെ ആപ്പീസ് പൂട്ടും. ജീവനുള്ള ദൈവത്തിന്റെ കൈ വിടുന്നത് അത്ര ഭയങ്കരമാണ്. അപ്പൊ അന്നും ഉണ്ടായിരുന്നു ഗലീലക്കാരോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടല്ലയോ എല്ലാവരോടും ആത്മാവ് നിറഞ്ഞ അന്യഭാഷ പറഞ്ഞപ്പോൾ കൂടി വന്ന 18 ഭാഷക്കാർ ഇവരെല്ലാം ഗലീലക്കാരല്ലയോ? കാരണം ഇവര് ഇങ്ങനെ മർമ്മം പറയാറായോ? പറയുന്നതെല്ലാം നല്ല. ഇവര് ഗലീല വിദ്യാഭ്യാസമില്ല, ഗലീലക്കാരല്ലയോ? അപ്പൊ ചുരുക്കി പറഞ്ഞ ഗലീലക്കാരോട് അങ്ങനെ വലിയ തൃപ്തിയൊന്നും ഇല്ല. പക്ഷെ യേശുവിന്റെ ആദ്യത്തെ ശുശ്രൂഷ അവിടെ 4:12 മത്തായി വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. മർക്കോസ് 1:14 ആദ്യം വായിരം, എന്നിട്ട് പിന്നെ മത്തായി 4:12 ചേർത്ത് വായിരം. അപ്പം കാര്യം ക്ലിയർ ആകും. മർക്കോസ് 1:12, 14, 16. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 16 വായിര്. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ അവൻ ഗലീലയിലോട്ട് വന്നു. ഇനി മത്തായി 4:12 വായിര്. പെട്ടെന്ന് വായിച്ചോ, നേരമില്ല. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. അടുത്തത് നസ്രത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ ചെന്ന് കടൽക്കരയുള്ള കബർന്നഭൂമിയിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീല. ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം, സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തു. ആ സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ, എന്റെ ഭാഷയാ, കന്നി പ്രസംഗം ഗലീലയില്. അത് അവിടെ നടക്കുമെന്ന് യെശയ്യാവിന് വെളിപ്പെട്ടു. അതാ യെശയ്യാവ് 9. അങ്ങനെ വെളിപ്പെട്ടപ്പോൾ തിമിരം മാറി, അന്ധത മാറി, ഇരുട്ട് മാറി. ഇന്ന് രാത്രി ജീവിതത്തിന്റെ, ദേശത്തിന്റെ, നാടിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തു. ഇന്ന് രാത്രി യേശു ക്രിസ്തു എവിടെ വരും, എവിടെ ഉയർത്തപ്പെടും, അവിടുത്തെ അന്ധത മാറും, തിമിരം മാറും, ഇരുട്ട് മാറും. ഇന്ന് രാത്രി ആരൊക്കെ യേശുവിനെ ഉയർത്തും, എവിടൊക്കെ യേശുവിനെ ഉയർത്തും, അവിടെല്ലാം അവൻ വെളിച്ചമുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. സൈമൺ സാറ് പാടിയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. വെളിച്ചത്തിൻ, രാവിലെ പാടുന്നതാ, വെളിച്ചത്തിൻ കതിരുകൾ
വിളങ്ങും ഈ സമയത്ത് വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത് ഓ വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം ആ വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത് വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത് വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ യെശയ്യാവിനെല്ലാം വെളിപ്പെടുകയാണ്. കാരണം യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഓർഡറായിട്ട് അങ്ങോട്ട് വെളിപ്പെട്ടു. മാത്രമാണോ ആ കർത്താവിന്റെ മരണം, ശുശ്രൂഷ കഴിഞ്ഞുള്ള മരണം, അതാണല്ലോ 53. നമുക്കെല്ലാം അറിയാം, അത് എല്ലാ ആഴ്ചകളിൽ നമ്മൾ വായിക്കാം. 53 ആ മരണത്തെ അടുക്കടുക്കായിട്ട് അങ്ങോട്ട് വെളിപ്പെട്ടു. പങ്കപ്പാടുകൾ സഹിക്കുന്നത്, പീഡ സഹിക്കുന്നത്, ഉപദ്രവമേക്കുന്നത്, ആക്ഷേപമേക്കുന്നത്, അടിയേൽക്കുന്നത്, തകർന്നിരിക്കുന്നത്, മുറിവേറ്റിരിക്കുന്നത് എല്ലാം ഓരോന്നോരോന്ന് വെളിപ്പെട്ട് മാത്രമാണോ അടക്കം സമ്പന്നന്മാരുടെ കൂടെ അതും വെളിപ്പെട്ടു. മാത്രമാണോ ഉയർപ്പ് അതും യെശയ്യാവിന് വെളിപ്പെട്ടു. അതിനുശേഷമായിട്ട് വീണ്ടും വരുന്ന കാര്യം അതും വെളിപ്പെട്ടു. ഭരിക്കാൻ വരും 32 ഇടയ്ക്കത്തെ എല്ലാം വിടുക, നേരമില്ലാത്തത് കൊണ്ട് 32 വായിര്. രാജാവ് നീതിയോടെ ഭരിക്കും. ഇവിടെ ഭരിക്കുന്നതൊന്നും ശരിയാകുകയല്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ശരിയാക്കാന്നൊക്കെ പലരും പറയുന്നെങ്കിലും ശരിയാകുകയല്ലെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെ ആണല്ലോ. വേട്ടമല പണ്ടൊരു പാട്ട് പാടി, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകുകയല്ല. ബാബിലോൺ സാമ്രാജ്യം ഭരിച്ചു, ശരിയായില്ല. മേദ്യ പേർഷ്യ ശരിയായില്ല. ഗ്രീസ് ശരിയായില്ല. കാളായസത്തിൻ്റെ കാഠിന്യമുള്ള റോമൻ സാമ്രാജ്യം അതും തകർന്നു പോയി. ഇപ്പം ജനങ്ങളുടെ ഭരണമാ ഇരുമ്പും കളിമണ്ണും യോജിക്കുന്നില്ല, ശരിയാകുകയില്ലെന്നായി പറഞ്ഞ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടം ഭരിക്കുന്നു. കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഭരിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അമേരിക്ക പ്രസിഡന്റ് ഇപ്പോൾ അവിടെ ട്രംപ് ഭരിക്കുന്നു. ലോകത്തിൽ പലരും ഭരിക്കുക, ശരിയാകത്തില്ലെന്നാ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അല്ലാതെ അങ്ങനെ തന്നെ ആണല്ലോ. പിന്നെ ആര് ഭരിച്ചാൽ ശരിയാകും? യേശു ഭരിക്കും. യേശു ഭരിക്കാൻ വരും. നമ്മൾ പ്രഭുക്കന്മാർ. അതുകൊണ്ടാണ് ഈ വെളിപ്പാടുള്ള ദർശനമുള്ള ദൈവമക്കൾ ഈ ഇലക്ഷന് നിൽക്കാത്തത്. സ്തോത്രം. അതുകൊണ്ടാ വെറുതെ പള്ളും ചള്ളും കേൾക്കാന്നല്ലാതെ. സ്തോത്രം. ഞാൻ എന്തോ പറഞ്ഞാലും പുള്ളി പറഞ്ഞു ഇവിടെ ആരുമില്ലെന്ന്. എന്തോ ആണോ? ഇവിടെ ഉള്ളവരുടെ കാര്യം തന്നെ അല്ലല്ലോ പറയുന്നത്. ഈ ഓൺലൈനിലുണ്ട്, ഇതിനകത്തൊക്കെ കാണും. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വെളിപ്പാടുള്ള ദൈവമക്കൾ അതുകൊണ്ട് നിൽക്കത്തില്ല. ഭരിക്കുന്നവരെ കൊണ്ട് പ്രാർത്ഥിച്ചോണം. ഇനി ഇവിടെ ശരിയായ ഭരണം യേശുവിന്റെ ഭരണമാണ്. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗത്തിനേറ്റെടുക്കും. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അന്ന് നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. അന്ന് ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ സംഗതി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോ. ഈ സംഗതി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോ. ഈ സംഗതി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി തൊഴിലാളി
സൗഖ്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവം. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാ. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ പരിചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ഭരണകൂടങ്ങളെ തകർത്തുടച്ചിടുന്ന ഭരണം പുതുതാക്കും. ഈ ഭരണകൂടങ്ങളെ തകർത്തുടച്ചിടുന്ന ഭരണം പുതുതാക്കും. ഈ ഭരണകൂടങ്ങളെ തകർത്തുടച്ചിടുന്ന ഭരണം പുതുതാക്കും. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവം. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഞാന് പ്രസംഗത്തിന്റെ മുഖവര വന്നതേ ഉള്ളൂ, വിഷയത്തിലോട്ട് വന്നില്ലെങ്കിലും ഇന്നങ്ങ് നിർത്തുക, ഇന്ന് നിർത്തുക. ദൈവത്തിന് മഹത്വം. എനിക്ക് വചനം പറയുമ്പം ഇങ്ങനെ കേട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്, എനിക്കും സന്തോഷമായി. ഈ വചനം എനിക്കും വിടുതല, കർത്താവിനെ പറ്റിയല്ലേ. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ജോൺസൺ ദാനിയേൽ അവർ എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, അത് നിർത്തുക നിർത്തുക. ദൈവത്തിന് മഹത്വം. അല്ലെ ഇനി അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞാൽ അത് എനിക്കൊരു ക്ഷീണമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം. നിർത്തുക. എന്നാ ബൈബിളും പിടിച്ചോ, ഇനി അതിരിക്കുന്നത് ആ പുള്ളി ഇളകുന്ന. എന്നാ വാച്ചും എല്ലാം പിടിച്ചോ. നിർത്തി എല്ലാം നിർത്തി. ദൈവത്തിന് മഹത്വം. ഓരോന്ന് യെശയ്യാവിന് വെളിപ്പെട്ടു. ഇടയ്ക്കത്തെ എല്ലാം വിട്ട് ഒറ്റ വാക്കി പറയാം. ഒടുവിലേ പുതുവാന ഭൂമിയും വെളിപ്പെട്ടു. 66:22 വായിര്, അത് വായിച്ചങ്ങ് നിർത്തുക. 62:26 യേശുവിന്റെ തേജസ് കണ്ടപ്പോൾ സകല വിഷയവും വെളിപ്പെട്ടു. 66:22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. മതി. പുതിയ ആകാശവും പുതിയ ഭൂമിയും സകല കേസും യെശയ്യാവിന് വെളിപ്പെട്ടു കുട്ടി. ഇന്ന് രാത്രി നീ യേശുവിനെ കാണണം. നിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ മരിച്ച യേശുവിനെ കാണണം. നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിനെ കാണണം. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള യേശുവിനെ കാണണം. നിന്നെ വിടിവിക്കാൻ കഴിവുള്ള യേശുവിനെ കാണണം. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പ്രാപിച്ച് തിരുമേശിക്കെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. തിരുസഭയെ ചേർത്ത് സ്വർഗത്തിൽ കൊണ്ടുപോയി ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം തന്ന് വേളി കഴിഞ്ഞ് തിരിച്ചു വരും. എന്തിന്? ഭരിക്കാൻ വരും. അതാ വായിച്ചതോടെ ഭരിക്കും. അന്നാരും കൈവിടപ്പെട്ടു പോകരുത്. ആ ഭരണത്തിൽ ഞാനും നിങ്ങളും കാണണമെന്നായി പറഞ്ഞത്. മാത്രമാണോ ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് ന്യായം വധിച്ച് ശുദ്ധീകരിച്ച് ഒരു പുത്തൻ ഭൂമിയും പുത്തൻ ആകാശവും അവിടുന്ന് സൃഷ്ടിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും. മാത്രമാണോ തന്റെ വിശുദ്ധന്മാരെ തന്നോട് ചേർത്തിരുത്തി കോടി യുഗം നാം ഇവിടെ വസിക്കും കർത്താവിനോട് കൂടെ. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈയടിച്ച് പാടി ഇന്ന് രാത്രി യോഗം നിർത്താം. ബാക്കിയൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. എന്നേലും ഇനി അവസരം വല്ലതും കിട്ടുകയാണെങ്കിൽ ഓർമ്മയിരുന്നു ഇതിന്റെ ബാക്കി പിന്നെങ്ങാനും പറയാം. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. 9 ഗുണമാകാം. ദൈവത്തിന് മഹത്വം. ഗുണപ്പെടാനാണ് 8:30 ഗുണപ്പെടായിരുന്നു, 9 വരെയും വേണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് 9 വരെ എടുത്തതാ. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് വേണം തിരിച്ചു പോകാൻ. യേശു നിന്നെ രക്ഷിക്കും. യേശു നിന്നെ വിടിവിക്കും. യേശു നിന്നെ സഹായിക്കും. നിന്റെ വിഷയത്തിന് യേശു ക്രിസ്തു പരിഹാരം വരുത്തും. ഇന്ന് രാത്രി കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് സന്തോഷത്തോടെ വേണം തിരിച്ചു പോകാൻ. ആ പഴയ പാട്ട് നമുക്ക് കൈയടിച്ചൊന്ന് പാടാം. ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന കർത്തദാസന്മാർ എഴുന്നേക്കാം. ഇവരെഴുന്നേക്കാൻ പറഞ്ഞാൽ ചിലർ ഇറങ്ങിപ്പോയാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ മതി. നിങ്ങളെ എഴുന്നേൽപ്പിക്കാം. ഇപ്പൊ ഞങ്ങളൊന്ന് എഴുന്നേക്കട്ടെ. കൈയടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കരുണ നിറഞ്ഞ കണ്ണുള്ള നവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ ലോകപാപ ചുമടിന ശിരസു കൊണ്ടു കുരിശടുത്തു ഗോദാവിൽ പോയോനെ തുതിപ്പിൻ ചേർന്ന് പാട്. ഓ മരിച്ചവനിൽ നിന്ന് ആദ്യം ജനിച്ചവൻ ഭൂമിരാജക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയാൽ കഴുകി നമ്മയെല്ലാം സാക്ഷികൾ നിനച്ച് തുതിപ്പിൻ ഓ വഴിക്ക് സത്യവും ജീവനും ഇവനെ അവൻ അരികിൽ വരുവിൻ വഴിയും ഏകുമേകവൻ പാപ
കൈയടിച്ച് ചേർന്ന് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഓ ഏഴ് നടുവിൽ ഇല്ല പൊന്നാച്ച പൂണ്ടും വായിലിരുമുള്ള വാളുമട്ടി പോലെ കണ്ണുമുള്ള മാനവ മകനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഓ കാലുകൾ ഉലകിൽ കാഴ്ച പഠിപ്പിച്ച നല്ല പിച്ചളക്കൊന്നു ചേലൊടുമുഖ പാപബാധിത ശക്തിയോട് പ്രകാശിക്കും പോലെയും തലമുടി പോലെയിരിക്കുന്ന ദൈവപുത്രനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഓ വളരെ വെള്ളത്തിൽ നിരച്ചു കൊത്തതും ശവകല്ലറയിൽ നിന്നും വെള്ളിയ മരിച്ചൊരുയർന്നു വരുവാനായി ഇതൊക്കെ വല്ലഭമുള്ളതും എളിയ ജനം ജപിക്കൊള്ളും വലിയ ഗംഭീര ശബ്ദമുള്ളോരെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ വലിയ ദൈവദൂതന്റെ ശബ്ദവും ദൈവകാകളവും തന്റെ വിളിയോടിളകല കലർന്നു മുഴങ്ങവേ മനലോകത്തിൽ നിന്ന് ചുഴലിക്കും മധ്യത്തിൽ വെളിപ്പെടും കാലങ്ങൾ സുട്ടവൻ മക്കളാനന്ദിക്കും സ്തുതിപ്പിൻ സ്തുതിപ്പിൻ കൈയടിച്ച് ചേർന്ന് ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഓ മന്നവ മന്നന കഥമജികായേ മകവേനയും കർത്തനെ മണ്ണും പെണ്ണും പടച്ചവനെ മാനുവരെ മനു നന്ദനെ പരനന്ദനെ പെരി നന്ദനെ രാജ നന്ദനെ നിങ്ങൾ നന്ദിയോടെ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ യേശുനാമത്തിൽ ഹല്ലേലൂയ അവൻ അകലെ കളയുമേ യേശുരാജവിനോജന നല്ലവനാം യേശുരാജൻ വരും സർവ്വവല്ലഭ യേശുവേ വേഗം പറയണമേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഓ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവം ചേർന്ന് കൈയടിച്ച് സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഓ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ ജനത്തിൻ കരച്ച് കരളലീനു കേൾക്കുകാതുള്ളോ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ ചേർന്ന് പാടാ ജനത്തിൻ കരച്ച് കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ ഓ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ ജനത്തിൻ കരച്ച് കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ ഓ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ സഞ്ജനത്തിൻ കരത്തിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ ഓ ലോകപാപ ചുമടിനെ ശിരസുകൊണ്ട് രൂപത്തോടി പതിന് കുരിശെടുത്തുകൾ വാതാവിൽ പോയവനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി കൈയടിച്ച്. സ്തുതിപ്പിൻ യേശുദേവനെ ഓ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ Glory. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി